ഗൈസ് അതായത് പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ. അത് നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് നന്നായി പൊരിച്ചെടുക്കുക, മുരിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇട്ട് നന്നായി പേസ്റ്റ് ആക്കിയത് എന്നിട്ട് നമ്മൾ കുറച്ച് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് വഴണ്ട് വന്ന് മസാലപ്പൊടികൾ തൈരെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. റെഡിയായി വരുമ്പോൾ നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ച് നേരം മൂടി വെക്കണം. ഇതിനിടയിൽ ഒരു പൊട്ടത്തരം പറ്റി ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ക്യാമറ അങ്ങനെ കമഴ്ത്തി അവിടെ വെച്ചു. കുറച്ച് നേരം അതിൻ്റെ ഓർമ്മ തന്നെ ഉണ്ടായിരുന്നു. അറിയാതെ കുറച്ച് നേരം ക്യാമറ എഡിറ്റ് ചെയ്യണമെന്നില്ല, പൊട്ടത്തരം പറ്റിയതാണ്. എന്താ ചെയ്യലെന്ന് പറയരുത്. ഇതാണ് വീഡിയോ എടുക്കലും പണിയും കൂടി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, ആർക്കായാലും. അത് നിങ്ങൾ ക്ഷമിച്ച് തന്നേക്കും, നമ്മൾ എപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇടാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് വേണ്ടി ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ട് നന്നായി. അപ്പോൾ മസാല റെഡിയാക്കി നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ ചോറ് വെന്തു, മുന്തിരി ഇട്ട് കൊടുത്ത് ദം ചെയ്യാണ് കേട്ടോ ഗൈസ്. ബിരിയാണി റെഡി. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാകുന്നുണ്ട് ഗൈസ്. ദമ്മിട്ടു. അത്രേ ഉള്ളൂ.